നിങ്ങളുടെ യൂട്യൂബ് ചാനലിൻ്റെ മോണറ്റൈസേഷൻ അപ്രൂവ് ആയി കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണെന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ കാണിക്കുന്നത്. യൂട്യൂബ് സ്റ്റുഡിയോയിൽ നിന്ന് കണ്ടന്റ് സെക്ഷൻ ഓപ്പൺ ചെയ്ത് വീഡിയോയുടെ സൈഡിലായുള്ള ഈ ഒരു ഡോളർ സിംബലിൽ ക്ലിക്ക് ചെയ്ത് മോണറ്റൈസേഷൻ ഓൺ ആക്കി കൊടുക്കണം. എട്ട് മിനിറ്റ് താഴെയുള്ള വീഡിയോ ആണെങ്കിൽ ഈ ഒരു സെറ്റിംഗ്സ് മാത്രം നിങ്ങൾ ചെയ്താൽ മതി. അതിനുശേഷം സേവ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇനി നമുക്ക് 8 മിനിറ്റ് കൂടുതലുള്ള ഒരു വീഡിയോയുടെ മോണിറ്റൈസേഷൻ ഓപ്ഷൻ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ നമ്മൾ മോണിറ്റൈസേഷൻ ഓൺ ആക്കി കഴിയുമ്പോൾ ഒരു അഡീഷണൽ ഓപ്ഷൻ കൂടി വരും, റിവ്യൂ പ്ലേസ്മെൻറ്റ്. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു വിൻഡോയിലോട്ട് പോകുന്നതായിരിക്കും. ഇവിടെ നമുക്ക് നമ്മുടെ ഈ ഒരു വീഡിയോയിൽ എവിടെയൊക്കെ ആഡ് റൺ ചെയ്യണമെന്നുള്ളത് പറഞ്ഞു കൊടുക്കാവുന്നതാണ്. നമുക്ക് ഈ ഒരു വീഡിയോയിൽ എവിടെയൊക്കെയാണോ ആഡ് പ്ലേ ചെയ്യേണ്ടതെന്നുള്ളത് നമുക്ക് ഈ ടൈം ലൈനിൽ സെലക്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ ആഡ് ബ്രേക്കിൽ ക്ലിക്ക് ചെയ്താൽ മതി. ഇനി നമുക്ക് മൾട്ടിപ്പിൾ നമ്പർ ഓഫ് ആഡ് ബ്രേക്സ് ഈ ഒരു വീഡിയോയിൽ ആഡ് ചെയ്യാൻ പറ്റും. അതിനുശേഷം കണ്ടിന്യൂ ബട്ടൺ പ്രസ് ചെയ്ത് സേവ് ചെയ്യാവുന്നതാണ്. ഇതുപോലെ ഓരോ വീഡിയോയും ഓപ്പൺ ചെയ്ത് മോണറ്റൈസേഷൻ ഓണാക്കി കൊടുക്കുന്നതിന് പകരമായി നമുക്ക് എല്ലാ വീഡിയോയും ഒരുമിച്ച് മോണറ്റൈസേഷൻ എനേബിൾ ചെയ്യാവുന്നതാണ്. ഇതിനായി കണ്ടന്റ് സെക്ഷനിൽ നിന്നും സെലക്ട് ഓളിൻ്റെ ഈ ഒരു ചെക്ക് ബോക്സ് ടിക്ക് ചെയ്യുക. അതിനുശേഷം എഡിറ്റ് ഓപ്ഷനിൽ നിന്നും മോണറ്റൈസേഷൻ സെലക്ട് ചെയ്യുക. മോണറ്റൈസേഷൻ ഓണാക്കി അപ്ഡേറ്റ് വീഡിയോസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് സേവ് ചെയ്യുക. ഏതെങ്കിലും വീഡിയോയുടെ മോണറ്റൈസേഷൻ ഓണാക്കാൻ വിട്ടുപോയിട്ടുണ്ടോ എന്ന് അറിയുവാനായി കണ്ടന്റ് സെക്ഷനിൽ വന്ന് ഫിൽറ്ററിൽ മോണറ്റൈസേഷൻ സെലക്ട് ചെയ്തതിന് ശേഷം നോട്ട് മോണറ്റൈസ്ഡ് ടിക്ക് ചെയ്ത് അപ്ലൈ ബട്ടൺ പ്രസ് ചെയ്യുക.